അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധി. അവരിങ്ങനെ വെള്ളം വയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം പോലെ. മന്നവർ മൂവരും ദാവീദിന്റെ സുതനെ കാണാൻ വന്നു. വെറുതെ അല്ല, കാഴ്ചയുമായിട്ട് വന്നു. തെളിവുകൊണ്ട് വായിപ്പിക്കുന്നില്ല. സാധനങ്ങൾ എന്താണെന്നറിയാവോ? പൊന്നും മൂര് കൊണ്ടിരിക്കും. ഇതങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിന്റെ കാൽ കീഴെ കൊണ്ടുവന്നിട്ട് വീണ് അവനെ ഈ നേയാക്കുമ്പോഴാ പ്രശ്നം. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇന്ന് രാത്രി ഈ രേ ഒന്ന് മാറ്റിയിട്ട് നീ നേയിലോട്ട് വരാമെങ്കിൽ രക്ഷപ്പെടും നിന്റെ കുടുംബം. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഒട്ടും പേടിയില്ലാതെ തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറയുന്നു, വീട് നമസ്കരിക്കാൻ യോഗ്യനായവൻ ഒറ്റ ഒരു തലയുള്ളൂ ഉലകത്തിന്റെ ചരിത്രത്തിൽ. യേശു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഒരിടത്തും രക്ഷയില്ല, ഒന്നിലും രക്ഷയില്ല. ആരാധനയ്ക്ക് യോഗ്യനൊരുവൻ മാത്രം, യേശു മാത്രം. വീണ അവരെ എന്നാണെങ്കിൽ ഇന്ന് രാത്രി ആ പാട്ട് ഞാൻ കട്ട് ചെയ്തേനെ. വീണ അവരെ നമസ്കരിച്ചെന്ന് ചരിത്രം തെളിവില്ല. വചനം വ്യക്തമായി പറയുന്നു, വീണ അവനെ നമസ്കരിച്ചു. എന്റെ ചോദ്യം, നമ്മുടെ വീട്ടിനകത്ത് ചെറിയ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരിമാര് പ്രസവിച്ച് കിടക്കുമ്പോ ചെറിയ 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 നല്ല കളിപ്പാട്ടങ്ങളുമായി കുഞ്ഞുടുപ്പുമായി നമ്മൾ പോകുമ്പോ ഉലകത്തിന്റെ ചരിത്രത്തിൽ ഇന്നെങ്കിലും ഏതെങ്കിലും കുഞ്ഞിന്റെ മുമ്പിൽ ചെന്ന് ഏതെങ്കിലും കാണാൻ ചെല്ലുന്ന അപ്പനോ അമ്മയോ ആ കുഞ്ഞിന്റെ മുമ്പിൽ വീണ് കിടന്ന് നമസ്കരിച്ച ചരിത്രം ഉണ്ടെങ്കിൽ എന്റെ അച്ഛ കൊണ്ടുവാ. ഇന്ന് രാത്രി സുവിശേഷ പ്രസംഗം നടത്തി നിന്റെ പുസ്തകത്തിന് വേണ്ടി നാളെ മുതൽ ഞാൻ പ്രസംഗിക്കാം. ആ ജോൺ എന്ന സുവിശേഷകൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ എഴുതി വെച്ച ഒരൊറ്റ പുസ്തകമേ ഈ കേരളത്തിൽ ലോകത്തിലുള്ളൂ. ഞങ്ങൾ ഉയർത്തുന്ന സത്യ സുവിശേഷം. ആ കുഞ്ഞിനെ നമസ്കരിച്ചു. കാര്യം വന്ന വിദ്വാൻമാർക്ക് മനസ്സിലായി, ഈ കിടക്കുന്നത് കുഞ്ഞാണെങ്കിലും ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ അസാധാരണമായവൻ. അവൻ നടക്കുന്നവനാ, അവൻ ഇരിക്കുന്നവനാ, അവൻ കിടന്നവനാ, അവൻ എഴുന്നേറ്റവനത്രേ. ഇത്രയും പറഞ്ഞ് എന്റെ മുഖവരയിൽ നിന്ന് ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുക. എല്ലാവരും ഉണ്ടോ? ഒന്നുമായില്ല. ഈ പ്രസംഗം എങ്ങോട്ടാ പോകുന്നത് പ്രതിനറിയാം. കാരണം എൻ്റെ കൂടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാവേ.